ശ്രീ നന്ദു, താങ്കൾക്ക് കേൾക്കാമോ? ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മന്ത്രി. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായാണ് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു ഗണഗീതം അവിടെ പാടിപ്പിക്കുന്നതും പിന്നീട് അത് റെയിൽവേ പോസ്റ്റ് ചെയ്യുന്നതും അത് വിവാദമായപ്പോൾ പിൻവലിച്ചെങ്കിലും വീണ്ടും അത് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ ആസൂത്രിതമാണ് എന്നതാണ് ഉയരുന്ന ആരോപണം. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ബിജെപിയുടെ പ്രതികരണം? ഇതിനകത്ത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പാടിപ്പിക്കുകയോ പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപ് നമുക്ക് ആദ്യത്തെ വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ തന്നെ ആ വന്ദേ ഭാരത് യാത്രയ്ക്കകത്ത് ഇത്തരത്തിൽ കുട്ടികൾ അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് പലതരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ മറ്റു പല ഗാനങ്ങളും പാടുന്നത് കാണാനിടയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായി തന്നെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണെന്നും അതൊക്കെ വസ്തുതയാണെന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ സങ്കുചിതമായിട്ടുള്ള ചില. എന്താണ് അവാസ്തവമായ കാര്യം ശ്രീ നന്ദു? ഞാൻ പറഞ്ഞത് ഇവിടെ കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ അന്വേഷണം. അത് ഞാൻ പറഞ്ഞതാണോ? അല്ല, താങ്കൾ പറഞ്ഞു എന്നല്ല, താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളതാണ് എന്റെ വാദം. അതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അതനുസരിച്ചാണ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് താങ്കൾ ഉദ്ധരിച്ച സ്റ്റേറ്റ്മെന്റ് ഏതാണോ അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് അവാസ്തവമാണ്, തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമാണ്. നമ്മൾ ഇതിനകത്ത് വളരെ ഫ്രാങ്കായി നമുക്ക് ഈ വിഷയത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ നമുക്ക് തന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ ആങ്കർ എന്നുള്ള നിലയിലുള്ള താങ്കളുടെയും വളരെ നിഷ്പക്ഷമായി നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ ഇത് അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു വിവാദമാണെന്നും ഇത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന വികസന കാഴ്ചപ്പാടുകളെ എതിർക്കാനും അതിന്റെ ശോഭ കടത്താനും വേണ്ടിയിട്ട് വളരെ പർപ്പസ്ഫുള്ളായി കേരളത്തിലെ LDF സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരുകൾ നടത്തുന്ന ഈ ഒരു ഇടപെടൽ അല്ലെ കോൺഗ്രസിന്റെ നേതൃത്വം നടത്തുന്ന ഒരു ഇടപെടലായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതിലേക്ക് വരുന്നതിന് മുൻപ് നോക്കൂ, ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഗണഗീതം ആലപിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നതാണ് നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന വസ്തുത. എങ്ങനെയാണ് ആ കുട്ടികൾ അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ടല്ലോ. എങ്ങനെയാണ് RSS നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ അതിൽ യാത്രയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത്? അതിന്റെ മാനദണ്ഡം എന്താണ്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് താങ്കൾ കഴിഞ്ഞ വന്ദേ ഭാരതിന്റെ ആദ്യത്തെ ഉദ്ഘാടനം, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആദ്യത്തെ വന്ദേ ഭാരത് ഉദ്ഘാടനം നടത്തിയ സമയത്തും ഇതുപോലെ പല സ്കൂളുകളിൽ നിന്നും, അത് RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ മാത്രമല്ല, അല്ലാതെ മറ്റ് ഇതര മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്കൂളുകളിൽ നിന്നും, അതുപോലെ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാളയം ഇമാം അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം പങ്കെടുത്തത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ അതിനകത്ത് നമ്മുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ആ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നലത്തെ യാത്ര ഞാൻ മനസ്സിലാക്കുന്നത് കോംപ്ലിമെന്ററി യാത്രയാണ്. ഒരാളുടെ നിന്നും പൈസ വാങ്ങിക്കൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മാനദണ്ഡം എങ്ങനെയാണ്, ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് താങ്കളോട് ചോദിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വേണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം. അക്കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവുമില്ല. ആ സ്കൂൾ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിൽ താങ്കൾക്ക് ധാരണയുണ്ടോ? യെസ് ഓർ നോ? ഞാൻ ഉൾപ്പെട്ട് എങ്ങനെയാണ് ധാരണ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാൻ എനിക്കറിയാവുന്ന വസ്തുത ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾക്കും എന്റേതായിട്ടുള്ള രീതിയിൽ ഇടപെട്ടയാളാണ്. അവിടെ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ആളുകൾ അവർ നേരത്തെ തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ട്, സദേൺ റെയിൽവേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് അതിനകത്ത് ഉൾപ്പെട്ടത്. അതുപോലെ ഒരു സ്കൂളിന് തങ്ങളുടെ സ്കൂളിലെ കുറച്ച് കുട്ടികളെ അതിനകത്ത് പങ്കെടുപ്പിക്കാൻ ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ഉൾപ്പെട്ട കുട്ടികളാണ്. നോക്കൂ, അവിടെ ആ പ്രിൻസിപ്പൽ പറയുകയാണ്
ആ പ്രിൻസിപ്പൽ പറയുകയാണ് അവിടെ ആ ബോഗിയിൽ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കുട്ടികൾ ഒരു ഗാനം ആലപിച്ചത് എന്ന് പറയാണ്. അപ്പോൾ ആരാണ് എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഇല്ല, പ്രിൻസിപ്പൽ പറയുന്നതാണ് ആരോ ആവശ്യപ്പെട്ടു എന്ന്. ആരാണ് ആവശ്യപ്പെട്ടത്? താങ്കൾക്ക് ധാരണയുണ്ടോ? അല്ല, ഇത് ആരാണ് ആവശ്യപ്പെട്ടത്? എനിക്ക് മനസ്സിലായില്ല. താങ്കൾ എവിടെ നിന്നാണ് താങ്കൾക്ക് ആ വിവരം കിട്ടിയത്? പ്രിൻസിപ്പൽ പറഞ്ഞതാണ്. പ്രിൻസിപ്പൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അല്ല, പ്രിൻസിപ്പൽ പറഞ്ഞതിന് ഞാൻ ആ കാര്യം കേട്ടിട്ടില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഒരു ശരി, ഇനിയിപ്പോ ഒരാള് ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, ആവശ്യപ്പെട്ടു, ആ കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം പാടി, അതിലെന്താണ് പ്രശ്നം? ശരി, അപ്പൊ ആരാണ് ആവശ്യപ്പെട്ടത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ആരോ ആവശ്യപ്പെട്ടു, അങ്ങനെ കുട്ടികൾ പാടി എന്നതാണ്. ഓക്കെ, ശ്രീ നന്ദു, അതെങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വരുന്നത്? ആ ഗാനം, അതേ ഗാനം തന്നെ ഒരുപാട് പേർ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായിട്ടുണ്ട്. ഒരുപാട് പേർ അവിടെ പല വിധത്തിൽ ഗാനങ്ങൾ ആലോചിക്കുകയോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഗാനം തന്നെ എങ്ങനെ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ വരുന്നു? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരത സർക്കാരിന് കീഴിലുള്ള റെയിൽവേ വകുപ്പിൽ, ഭാരത് റെയിൽവേ, അതിന്റെ ഇന്ത്യൻ റെയിൽവേ സർവീസസ് ആണല്ലോ, ഇന്ത്യൻ റെയിൽവേസ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ ഭാരത സർക്കാരിന് കീഴിലുള്ള ഒരു ഭാരതീയ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനകത്ത് ഭാരതാംബയെ പുകഴ്ത്തിക്കൊണ്ടൊരു ഗീതം കാണുമ്പോൾ അത് പോസ്റ്റ് ചെയ്തതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി താങ്കളുടെയും ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവരുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരുടെയും പ്രശ്നം എന്താണ്? അതിനകത്ത് ഭാരതാംബ, പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അതിനകത്ത് എവിടെയാണ് നിങ്ങൾ പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന അല്ലെങ്കിൽ വർഗീയത പറയുന്ന പ്രശ്നങ്ങൾ എവിടെയാണ് വരുന്നത്? നിങ്ങൾ ഈ ചർച്ചയിൽ ഉടനീളം അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമാണ് ആ ഗീതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വരികൾ? അതിൽ ഏതെങ്കിലും തരത്തിൽ ആ ഗാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ട് എന്നതല്ല, അത് RSSന്റെ ഗണഗീതമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ഞാൻ താങ്കളുടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കുന്നതിന് താങ്കൾ ഉത്തരം പറയുന്നു. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് പാനലിസ്റ്റുകളുണ്ട്, അവരിലേക്ക് പോകണം. ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. RSSന്റെ ഗണഗീതത്തെ കുറിച്ച് താങ്കൾക്ക് ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. ശ്രീ ONV കുറുപ്പ് ഇടതുപക്ഷത്തിന്റെ ഞാൻ അതൊന്നും ചോദിച്ചില്ലാന്നേ, ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന കാര്യം താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അല്ല, ബഹുമാനപ്പെട്ട ആങ്കർ, ഒരു കാര്യം താങ്കൾ കൃത്യമായി കേൾക്കൂ. അതായത് ശ്രീ ONV കുറുപ്പ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനാണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഗണഗീതമല്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലല്ലോ. ഇത് RSSന്റെ ഗണഗീതമാണോ അല്ലയോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ചോദ്യത്തിന് താങ്കൾ എന്തിനാണ് ഇത് വലിച്ചു നീട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ല, ഈ വിഷയം പറയുമ്പോൾ നിങ്ങളുടെ ധാരണകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ധാരണകൾ എന്താണെന്നുള്ളത് താങ്കൾ കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ RSSന്റെ ഗണഗീതമായതുകൊണ്ടാണ് അത് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഇടുമ്പോൾ അത് വിവാദമാകുന്നത്, അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞോട്ടെ, ശ്രീ ONV കുറുപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മഹാകവി എഴുതിയ ഭാരത ഹൃദയ വിഭജിയിൽ ഉണരും രാഗമാലിക നാം എന്ന് പറയുന്ന ഗീതവും RSSകാരൻ ഗണഗീതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതല്ലല്ലോ ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം. അതല്ലല്ലോ നന്ദു, ഞാൻ ചോദിച്ച ചോദ്യം ഇത് RSSന്റെ ഗണഗീതമല്ലേ? അപ്പോൾ താങ്കൾ അത് അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഭാരതത്തെ കുറിച്ചും ആരെഴുതുന്ന ശ്രേഷ്ഠമായിട്ടുള്ള രാഷ്ട്രഭക്തി ഗീതങ്ങളും ഞങ്ങളുടെ ഗണഗീതമാക്കാറുണ്ട്. ഓക്കെ, ഞാൻ അതിനെ കുറിച്ചല്ല നന്ദു ചോദിച്ചത്. താങ്കൾ കൊണ്ടുവന്ന ക്യാപ്സ്യൂൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. താങ്കൾ കൊണ്ടുവന്ന ക്യാപ്സ്യൂളെ പറയുള്ളൂ എന്ന വാശി വേണ്ട. നോക്കൂ, ഞാനൊരു കാര്യം ചോദിച്ചതിന് ഉത്തരം പറയൂ നന്ദു. ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും ഒക്കെ വന്ദേ മാതരം പാടും. അതുകൊണ്ട് നിങ്ങൾ എവിടെയോ പാടിക്കോളൂ. നിങ്ങൾ പാടുന്നതിനെ കുറിച്ച് എനിക്ക് ചോദ്യമല്ലെന്നേ. നിങ്ങൾ ആരെഴുതിയ വരികൾ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് ചോദ്യമില്ല. നമ്മൾ ഇവിടെ വന്ന ചർച്ച ചെയ്യാവുന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാണല്ലോ, വന്ദേ ഭാരതിൽ പാടിയ ഗണഗീതവുമായി ബന്ധപ്പെട്ടാണല്ലോ, അതിനെക്കുറിച്ചാണല്ലോ എന്റെ ചോദ്യം. അതിലേക്ക് വരൂ, ക്യാപ്സൂൾ മാറ്റിവെക്കൂ തൽക്കാലത്തേക്ക്. ഇവിടെ ഈ കുട്ടികൾ പാടിയ ഗാനം ഗണഗീതമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ല.
ആ ഗണഗീതം RSS ഗണഗീതം ഞങ്ങൾ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ വന്നതാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത്. അവിടെ നിന്നാണല്ലോ വിവാദം ഉണ്ടായത്. ഈ കുട്ടികൾ അവിടെ ഗണഗീതം പാടിയത് ആരെങ്കിലും ചോദ്യം ചെയ്തോ? പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? അവിടെ ഔദ്യോഗിക ചടങ്ങിൽ അങ്ങനെ ഒരെണ്ണം വേണമോ എന്നത് വേറൊരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. CPM കാരൻ എഴുതിയാലും കോൺഗ്രസ്സുകാരൻ എഴുതിയാലും BJP കാരൻ എഴുതിയാലും ഭാരതാംബയും രാഷ്ട്രഭക്തിയും ഉള്ള ഏത് ഗീതവും RSSന്റെ ഗണഗീതമാവും. RSSന്റെ ഗണഗീതം ഏതൊക്കെ ഗീതങ്ങൾ RSSന്റെ ഗണഗീതമാകുന്നു എന്നല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ നന്ദു? ഞാൻ ചോദിച്ചത് RSS ഏതൊക്കെ ഗീതങ്ങൾ ഗണഗീതമാക്കുമെന്നതല്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത് വിശദീകരിച്ചാൽ മതിയല്ലോ. ആരൊക്കെ എഴുതുന്നത് ഞങ്ങൾ ഗണഗീതമാക്കുമെന്ന് വിശദീകരിച്ചാൽ മതിയല്ലോ. ഞാൻ അത് ചോദിച്ചില്ലല്ലോ താങ്കളോട്. നിങ്ങൾ ആരൊക്കെ എഴുതുന്നത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, ഗണഗീതമാക്കിക്കോളൂ, നിങ്ങൾ പാടിച്ചോളൂ. ഇവിടെ ഈ കുട്ടികൾ പാടിയ ഗണഗീതം റെയിൽവേ ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ് അവരുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഇട്ടത് എന്തിന് എന്നതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണല്ലോ വിവാദമായത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊരു ദേശഭക്തി ഗാനമല്ലേ? RSSന്റെ ഗണഗീതമാണ് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അത് ദേശഭക്തി ഗാനങ്ങൾ ഒരുപാട് പേരുണ്ട്. അത് SDPIക്ക് കാണും, പോപ്പുലർ ഫ്രണ്ടിനും കാണും. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഒക്കെ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാകും. അവർ ചിലപ്പോ അതൊക്കെ അവരുടെ ചടങ്ങുകളിൽ പാടുന്നുണ്ടാവും. അങ്ങനെ ഏത് സംഘടനകളും ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് ഗാനങ്ങൾ എഴുതുന്നുണ്ടാവും. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. ഞാൻ അതല്ല ചോദിച്ചത്. ഈ ഭാരതത്തിനകത്ത് ഭാരതാംബയെ പ്രകീർത്തിച്ചുകൊണ്ട് SDPIക്കാരൻ പാടിയാലും അതിൽ രാഷ്ട്രഭക്തി ഗാനമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും. എന്റെ അഭിപ്രായം ഒന്നും അല്ല. ഞാൻ ചോദിച്ച ചോദ്യം ദേശഭക്തി ഗാനം പാടിയാലും നിങ്ങൾ ഗണഗീതമാക്കുമോ? അത് ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് എക്സ് അക്കൗണ്ടിൽ വന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റെന്നാണ് നിങ്ങൾ പറയാൻ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, അതിൽ രാഷ്ട്രത്തിനെതിരായി എന്തെങ്കിലും ഉണ്ടോ ആ ഗീതത്തിൽ? അത് രാഷ്ട്രത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടോ? അപ്പൊ നിങ്ങളുടെ കൺസെപ്റ്റിലെ താങ്കൾ ഉൾപ്പെടുന്ന ആളുകളുടെ, ഇത് എതിർക്കുന്ന ആളുകളുടെ കൺസെപ്റ്റിലെ രാഷ്ട്രഭക്തി ഗീതങ്ങൾ ഏതൊക്കെയാണ്? അത് ഞാൻ പറയാം. ഞാനത് പറയാം. അതിനു മുൻപ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തിനാണ് റെയിൽവേ ആദ്യം അത് പിൻവലിക്കേണ്ടി വന്നത്? റെയിൽവേ എന്തിനാണ് അത് പിൻവലിച്ചത്? അത് റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കണം. അതാരാണോ പോസ്റ്റ് ചെയ്ത ആളോട് ചോദിക്കണം. അപ്പോ ഈ വിമർശനം ഉയരുമ്പോൾ RSSന്റെ ഗണഗീതം ദേശഭക്തി ഗാനമാക്കി ഇട്ടത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അത് പിൻവലിച്ചത്. താങ്കൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിൻവലിച്ചത്? ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ RSSന്റെ ഗണഗീതം ഇട്ടിട്ട് എന്തിനായിരിക്കും പിൻവലിച്ചത്? അത് റെയിൽവേയുടെ സോഷ്യൽ മീഡിയ വിങ് കൈകാര്യം ചെയ്യുന്ന ആളിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അറിയില്ല. പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. നിയന്ത്രിക്കുന്നത് ആരാണ്? പൊതുമേഖലാ സ്ഥാപനം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ്, കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ്. അത് എന്തുകൊണ്ടായിരിക്കും പിൻവലിച്ചതെന്ന് താങ്കൾക്ക് അറിയില്ല. ഓക്കെ, പിന്നീട് ഇത് എന്തുകൊണ്ടാണ് സ്കൂൾ ഗാനം എന്ന് ക്യാപ്ഷൻ മാറ്റിക്കൊണ്ട് വീണ്ടും അപ്ലോഡ് ചെയ്തത് എന്ന കാര്യത്തിൽ താങ്കൾക്ക് അറിയുമോ? എന്തുകൊണ്ടായിരിക്കും റെയിൽവേ അങ്ങനെ വീണ്ടും അപ്ലോഡ് ചെയ്തതെന്ന്? പ്രിയപ്പെട്ട ആങ്കർ, ഞാൻ താങ്കളോട് പറഞ്ഞു, ഞാൻ റെയിൽവേയുടെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ അല്ല, റെയിൽവേയുടെ മീഡിയ വിങ്ങിന്റെ ഹെഡ് അല്ല. ഇതൊന്നും അല്ലാത്ത ആളിനോട് ഈ കാര്യം ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് മറുപടി പറയാൻ? താങ്കൾ ഒരു പൊതുപ്രവർത്തകനല്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണ്ടേ? താങ്കൾ ഒരു BJP പ്രതിനിധിയല്ലേ? രാജ്യം ഭരിക്കുന്ന BJP എന്ന് പറയുന്ന താങ്കൾക്ക് റെയിൽവേയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ ഒരു ബാധ്യതയുമില്ല. അതിനെക്കുറിച്ച് പറയുകയും വേണ്ട, അറിയുകയും വേണ്ട. മീഡിയ ഹാൻഡിൽസ് മൊത്തം BJP-കാരാണോ ഹാൻഡിൽ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയുകയും വേണ്ട. എന്തവസ്ഥ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് രാജ്യം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട്, രാജ്യം ഭരിക്കുന്ന BJP ആയതുകൊണ്ട് മറ്റു സ്ഥാപനങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും BJP-കാരാണ് ഇടപെടുന്നത് എന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. അതായത് ആ മന്ത്രാലയങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്കൊരു സ്ഥിരം സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ അവരെന്താണ് ചെയ്തതെന്ന് താങ്കൾ എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് താങ്കളുടെ സ്റ്റാൻഡെങ്കിൽ താങ്കൾ വസന്തം തെങ്ങുംപള്ളിയോടും അതുപോലെ തന്നെ ജെക്സി തോമസിനോടൊക്കെ ചോദിച്ചു നോക്കും. അവരും പൊതുപ്രവർത്തനം നടത്തുന്നു, അവർക്കെല്ലാം അറിയാൻ പറ്റുമായിരിക്കും. ശ്രീ നന്ദു, അശ്വിനി വൈഷ്ണവ് നിങ്ങളുടെ നേതാവായിരിക്കുമല്ലോ. BJP ആണ് കേന്ദ്രം ഭരിക്കുന്ന എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. എനിക്ക് സംശയമില്ല. അപ്പോ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ ഒരിക്കൽ അവർ തെറ്റെന്ന് കരുതി ഒഴിവാക്കിയ സാധനം വീണ്ടും
സ്കൂൾ ഗാനം എന്ന പേരിൽ വന്നത്, RSS ഗണഗീതം സ്കൂൾ ഗാനം എന്ന പേരിൽ വന്നത് എങ്ങനെയാണ്, എന്താണെന്ന് താങ്കൾക്ക് അറിയില്ല? അല്ലെ, ഞാൻ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ അറിയാമോ? താങ്കളുടെ ഭാഷ്യം താങ്കൾ പറയുന്നു, അതിനെ താങ്കൾ എന്നോട് ചോദിച്ചാൽ അതിന് ക്ലാരിറ്റി വരുത്താനുള്ള ആൾ ഞാനല്ല. താങ്കൾ അതിനകത്തുള്ള BJPയുടെ നിലപാട് ചോദിക്കൂ, ആ നിലപാടിന് കൃത്യമായ മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ സംശയങ്ങളാണ് ചോദിച്ചത്. എന്തുകൊണ്ട് ഇത് വിവാദമാക്കുന്നു എന്നതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. എന്തുകൊണ്ട് ഇത് വിവാദമാക്കുന്നു എന്നതാണല്ലോ ചോദിച്ചത്. എന്തിന് വിവാദമാക്കുന്നു എന്നതാണ് ചോദിച്ചത്. അതാണ് എങ്ങനെ ഇത് വിവാദമാകുന്നു എന്നതാണ് പറയുന്നത്. അക്കൗണ്ട് ഞാൻ മാനേജ് ചെയ്യുന്നില്ല. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ ഒരു വക്താക്കളിൽ ഒരാളായിട്ടുള്ള ആളാണ്. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ്, ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. ഭാരതത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, ഭാരത മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് രാഷ്ട്രസ്നേഹം തുളുമ്പുന്ന ഗീതം പാടിയത് അപ്ലോഡ് ചെയ്തതിൽ യാതൊരു വക തെറ്റുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിനു പകരം ഈ നാട്ടിൽ ഭാരതത്തിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ ഭാരതേരെ തുക്കട ഹോങ്കെ ഇൻഷാ അല്ലാ എന്ന് മുദ്രാവാക്യം വിളിച്ച് JNU ക്യാമ്പസിൽ നടന്നിട്ടുള്ള അത്തരം മുദ്രാവാക്യങ്ങളാണ് അവർ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഞങ്ങൾ ഇടപെട്ടേനെ. അല്ലെങ്കിൽ അവലും പലരും വാങ്ങി വെച്ചോ എത്തിപ്പോയി നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറയുന്ന ആ വീഡിയോ ആണ് അവർ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് തിരുത്തിയേനെ. പക്ഷെ ഭാരത മാതാവിന് വേണ്ടിയിട്ട് ഇവിടെ വരൂ, ഈ കാറ്റും നിൽക്കൂ, ഇവിടെ ഭാരതം ഉണരുന്നു എന്ന് പറയുന്ന, അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെയും രാമകൃഷ്ണ പരമഹംസരെയും അരവിന്ദ മഹർഷിയെയും അതുപോലെ തന്നെ ഭഗത് സിംഗിനെയും അതുപോലെ വിവേകാനന്ദ സ്വാമികളുടെയും ബലിഹവ്യങ്ങൾ തൂകി അവരുടെ ശ്രീപീഠത്തിൽ നിത്യം ഞങ്ങൾ അർച്ചന ചെയ്യും എന്ന് പാടിയത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങളുടെ നിലപാടതല്ല. ഞങ്ങളുടെ നിലപാട് ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ദേശഭക്തി ഗാനം കുട്ടികൾ പാടിയത് റെയിൽവേ അപ്ലോഡ് ചെയ്താൽ ഈ വിഷയം ഈ രീതിയിൽ വിവാദമാകില്ല. RSSന്റെ ഗണഗീതമായതുകൊണ്ടാണ് വിവാദമാകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. താങ്കൾക്ക് ഇപ്പോഴും അക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തോന്നുന്നു. ഏതെങ്കിലും ദേശഭക്തി ഗാനം കുട്ടികൾ പാടുന്നത് അവിടെ ഇട്ടാൽ ഈ വിവാദം ഉണ്ടാകില്ല. പക്ഷേ RSSന്റെ ഗണഗീതം ഒരു ഔദ്യോഗിക ചടങ്ങിൽ അതിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നു. അത് ആദ്യം പോസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അത് വിവാദമാകുമ്പോൾ പിൻവലിക്കുന്നു, പിന്നീട് അത് വീണ്ടും പോസ്റ്റ് ചെയ്തിട്ട് മുഖം തിരിച്ചോളൂ, കേൾക്കാതെ നടന്നോളൂ എന്ന് ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, സുരേഷ് ഗോപി ഉൾപ്പെടെ ഇന്ന് പറയുകയാണ്. നിങ്ങൾ വേണ്ടാത്തവർ ഒതുങ്ങി നടന്നുകൊള്ളൂ. അതെന്ത് ജനാധിപത്യമാണ്? എന്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ വർഗീയവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർഗീയവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായി ഇത് വരുമ്പോൾ ചോദ്യങ്ങൾ ഉയരുമെന്നത് തീർച്ചയാണല്ലോ. നന്ദു, ഞാൻ താങ്കളിലേക്ക് വരാം.